എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ തലവേദനയില്ലാത്ത വീടുകളെക്കുറിച്ച് സംസാരിക്കാം. ഏതൊരു മലയാളിയും കേരളത്തിൽ വീട് പണിയാൻ താങ്കൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് വ്യക്തമായി ഒന്ന് കേട്ടിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ട്രഡീഷണൽ വീടുകളും ഈ കണ്ടംപററി വീടുകളും ഇതിൻ്റെ രണ്ടിൻ്റെ നല്ല വശങ്ങൾ കൂട്ടിച്ചേർത്ത് വീട് പണിതാൽ നമുക്കത് തലവേദനയില്ലാതെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ പരമ്പരാഗത വീടുകളുടെ കുറവുകൾ എന്ന് പറയുന്നത് അതിന് കാറ്റും വെളിച്ചവും കയറി ഇറങ്ങാനുള്ള സൗകര്യം കുറവാണ്, പ്രൈവസി കുറവാണ്, പിന്നെ അതിനകത്തെ ഉപയോഗിക്കുന്ന നിർമ്മാണ വസ്തുക്കളുടെ സാഹചര്യങ്ങളിൽ ചിലതൊക്കെ ചില ക്ഷുദ്രജീവികൾക്ക് ചതൽ, മുപ്പിളിവണ്ട് ഇങ്ങനെയുള്ളതിനൊക്കെ കൂടുതൽ സാധ്യതകൾ വരുന്നു എന്നതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുകയും കണ്ടംപററിക്കകത്തു നിന്നുള്ള കാറ്റും വെളിച്ചവും കയറി ഇറങ്ങുന്നു എന്നുള്ള സംവിധാനങ്ങളും എല്ലാം കൂടി ഇങ്ങോട്ട് ചേർത്തെടുത്താൽ നമുക്ക് നല്ല വീടുകൾ പണിയാൻ പറ്റും എന്നതാണ് യാഥാർത്ഥ്യം. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, കാറ്റും വെളിച്ചവും നല്ലപോലെ കടക്കത്തക്ക വീടുകളാണെങ്കിലേ കാറ്റും വെളിച്ചവും, വെളിച്ചം മാത്രമല്ല കാറ്റും കൂടെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വീടുകളുടെ എല്ലാം ഒരു പൊതുവെ ഒരു സ്റ്റൈൽ തുറക്കാൻ മേലാത്ത ജനലുകളാണ്. ഫിക്സഡ് ഗ്ലാസ്സുകൾ അങ്ങോട്ട് പിടിപ്പിക്കുക. ഫിക്സഡ് ഗ്ലാസ്സുകൾ പറഞ്ഞാൽ ഇത് അത്രയും വലിയ സംവിധാനമായതുകൊണ്ട് ഇത് തുറക്കുക അടയ്ക്കുകയും ചെയ്യണമെങ്കിൽ അതിനുള്ള ഹിഞ്ചസ് ഒക്കെ എടുക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയാകുന്നത് കൊണ്ടാണ് അത് ഫിക്സഡ് ഗ്ലാസ് അങ്ങാക്കുന്നത്. ഈ ഫിക്സഡ് ഗ്ലാസ് ആക്കുന്നത് കൊണ്ട് നമുക്ക് വെളിച്ചം കിട്ടുമെങ്കിലും അതിനകത്ത് കാറ്റ് കയറി ഇറങ്ങാത്തത് കൊണ്ട്, വായു കയറി ഇറങ്ങാത്തത് കൊണ്ട് അത് നമുക്ക് ഒരു താമസത്തിന് അത്ര സുഖകരമാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഓരോ സ്ഥലത്തെയും കാലാവസ്ഥ, ഇപ്പോൾ കോട്ടയം അല്ലെങ്കിൽ ഇടുക്കി ജില്ല, കോട്ടയം ജില്ല അല്ലെങ്കിൽ കേരളത്തിലെ 14 ജില്ലയിലും സത്യം പറഞ്ഞാൽ ഇപ്പോൾ 14 ദിവസം കാലാവസ്ഥയാണ്. അപ്പോൾ ഓരോ സ്ഥലത്തെയും കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള സ്ഥലത്തെ കാലാവസ്ഥ മാത്രമല്ല, ഈ വീടിൻ്റെ ഇരിപ്പ്, ഈ വീടിൻ്റെ ദർശനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി, ഞാൻ തച്ചുശാസ്ത്രത്തിൻ്റെ ബേസിൽ പറഞ്ഞതൊന്നും അല്ല കേട്ടോ ദർശനം, ഈ കാറ്റും ഒക്കെ അടിക്കുന്നത് ഓരോ സ്ഥലത്തും മിക്കവാറും ഓരോ ആംഗിളിലാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മളിത് ഡിസൈൻ ചെയ്താൽ മാത്രമേ നമുക്കിത് പണിയുന്ന കാലത്ത് പൈസയൊക്കെ മുടക്കി നമുക്ക് ഈ വീട്ടിൽ കയറി സ്വസ്ഥമായിട്ട് താമസിക്കണമെങ്കിൽ അങ്ങനെയുള്ള വീടുകൾ ആയിരിക്കണം. ഒന്ന് രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ വിജനമായ കുന്നിൻ മുകളിലും ഹൈ റേഞ്ചിൻ്റെ സ്ഥലങ്ങളിലും ഒക്കെ വീടുകൾക്ക് ആവശ്യത്തിന് ഷെയ്ഡ് വേണമെന്നല്ല ഞാൻ പറയുന്നത്, ആവശ്യത്തിലധികം ഷെയ്ഡ് വേണം. വെള്ളം വീഴാതിരിക്കാൻ, വെയിൽ കൊള്ളാതിരിക്കാൻ ഒക്കെ ഈ കുന്നിൻ വിജനമായ സ്ഥലങ്ങളിലുമൊക്കെ വീട് പണിയുമ്പം ആവശ്യത്തിന് വേണം എന്നതിനപ്പുറം ആവശ്യത്തിലധികം ഷെയ്ഡ് വേണം എന്ന് ഞാൻ പറയും. എന്ന് പറഞ്ഞാൽ 2 അടി വേണ്ടിടത്ത് 2.5 അടി കൊടുത്താൽ വളരെ നല്ലത്. കുന്നിൻ എറിച്ചിൽ വട്ടം അടിക്കുമ്പോൾ അത് നമുക്ക് വളരെ മെയിൻ്റനൻസ് കൂടുതൽ വരും. അതുകൊണ്ടാണ് ഷെയ്ഡ് വേണമെന്ന് പറഞ്ഞു. പിന്നെ മുറികളിൽ കാറ്റും വെളിച്ചവും കയറി ഇറങ്ങത്തക്ക വിധം വാതിലും ജനലും വേണം. കാറ്റും വെളിച്ചവും കയറി ഇറങ്ങിപ്പോകത്തക്ക വിധം വാതിലും ജനലും വേണം. അതുതന്നെ ഈ നിലവാരമുള്ള വാതിലുകളും ജനലുകളും ഉപയോഗിക്കണം. നിലവാരമുള്ളത് നമ്മൾ ഒരിക്കലൊന്ന് വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് അനങ്ങാൻ മേലാത്തത് വെക്കരുത്. ഈ സ്ലൈഡിങ് വിൻഡോകളൊന്നും വീടിനെ സംബന്ധിച്ച് ഇതൊന്നും പ്രായോഗികമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് വിജാഗിരിയിൽ ഇങ്ങനെ തുറക്കാനും അടയ്ക്കാനും ഒക്കെ പറ്റുന്നത് വേണം താനും. ഇതെല്ലാം തുറന്നിടാൻ പറ്റുന്ന സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു 2-3 ദിവസം കൂടുമ്പോഴെങ്കിലും ഇതെല്ലാം ഒരു 2-3 മണിക്കൂർ തുറന്നു നിന്ന് കാറ്റ് കയറി ഇറങ്ങി പോകാവുന്ന രീതിയിൽ നിർമ്മിച്ചാൽ മാത്രമേ ഈ വീട് സുഖകരമായൊരവസ്ഥ വരുള്ളൂ. അതോടൊപ്പം തന്നെ പറയട്ടെ, ഈ ജനലിൻ്റെ പാളികളൊക്കെ, ഈ മുറിപ്പാളി എന്നൊരു ഭാഷ കാർപ്പൻറ്റർമാർ പറയും. എന്ന് പറഞ്ഞാൽ ഫുൾ ഒരു പാളിയായിട്ട് പണിയല്ല, നേർപകുതിയോ അല്ലെങ്കിൽ ഒരു 3/2 ഭാഗമോ ഒക്കെ ആയിട്ട്, നേർപകുതി എപ്പോഴും ബെസ്റ്റ്, പകുതി ഭാഗം എപ്പോഴും അടച്ചിടുകയും ബാക്കി മുകളിലത്തെ പകുതി ഭാഗം ആവശ്യം വരുമ്പോൾ തുറന്നിടുകയോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തുറന്നിടുകയോ ഒക്കെ ചെയ്താൽ അതിനകത്ത് എപ്പോഴും നല്ല സുഖകരമായൊരു അന്തരീക്ഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു പ്രധാന കാര്യം, ഈ ട്രഡീഷണൽ വീടുകളുടെ ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ റൂമുകൾക്ക് പൊക്കക്കുറവാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് മാന്യമായ ഒരു പൊക്കം, ഒരു 12 അടി വരെയൊക്കെ ഉയരം നമുക്ക് നല്ലതാണ്. 12 അടിക്ക് മുകളിൽ ഉയരം പോയി കഴിഞ്ഞാൽ ഫാനിൻ്റെ കാറ്റൊക്കെ താഴെ വരാൻ പാടാണ്, AC ഒക്കെ വെച്ചാൽ ആ മുറി തണുക്കാൻ പാടാണ്, കപ്പാസിറ്റി കൂടും, നമുക്കതുകൊണ്ട് ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉയരം വീടുകൾക്ക് വേണം എന്നുള്ളതാണ് പ്രധാന കാര്യം. പിന്നെ ഈ കേരളത്തിൽ നമ്മളിപ്പോൾ പണിയുന്ന വീടുകൾ
നല്ലൊരു ശതമാനം വീടുകളുടെയും നിർമ്മാണ നിലവാരത്തിൽ ഭയങ്കരമായ ഒരു വീഴ്ച ഇപ്പോൾ ഉണ്ട്. അത് ഞാൻ പിന്നീട് വീഡിയോകളിൽ ഓരോന്നോരോന്ന് അതിൻ്റെ കാര്യങ്ങൾ പറയാം. അങ്ങനെ ഉള്ളതുകൊണ്ട് ഒരു 3-4 വർഷം അല്ലെ 5 വർഷത്തിനിപ്പുറം 99% വീടുകളും ചോരാൻ തുടങ്ങും, എന്ന് പറഞ്ഞാൽ ലീക്ക് ഉണ്ടാകാൻ തുടങ്ങും. അങ്ങനെ ലീക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഓടോ ഷീറ്റോ ഷിംഗിൾസോ എന്നതേലും ഉപയോഗിച്ച് ഈ കോൺക്രീറ്റ് സ്ലാബുകൾക്ക് മുകളിൽ റൂഫിങ് തുടക്കത്തിൽ തന്നെ പണിയണം. കാരണം എന്നതാണേലും ഇത് ലീക്ക് ചെയ്യുമെന്നുള്ള 100% ഉറപ്പാണ്. ലീക്ക് ചെയ്യാതെ കേരളത്തിൽ കോൺക്രീറ്റ് ചെയ്യാൻ കഴിയില്ല. ചെയ്യാമെന്നൊക്കെ പറഞ്ഞാലും കോൺട്രാക്ടർമാർ ബില്ല് മേടിച്ചുകൊണ്ട് പോവുകയുള്ളൂ. അത് 25 വർഷത്തേക്ക് ഒരു എഗ്രിമെൻ്റ് എഴുതി തരാമോ എന്ന് ചോദിച്ചാൽ അത് എഗ്രിമെൻ്റ് വക്കീലിനെ കൊണ്ട് കുടുങ്ങേണ്ട പോലെ എഴുതിക്കാനാണെങ്കിൽ ഒരു കോൺട്രാക്ടർ നിൽക്കിയാൽ അവൻ തലം വിടും. കാരണം കേരളത്തിലെ രീതി അനുസരിച്ച്, ഇവിടുത്തെ കാലാവസ്ഥ അനുസരിച്ച് അത് ലീക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനിയൊരു പ്രധാന കാര്യം, ഈ വീടിന് വലിയ ഏരിയ ഉണ്ടാക്കുന്നതിലും സൗകര്യങ്ങൾക്ക് മുൻതൂക്കം ഉള്ള പ്ലാനുകൾ ഉപയോഗിച്ച് ഇത് പണിയണം എന്നുള്ളതാണ് പ്രധാന കാര്യം. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ സാധാരണ കേരളത്തിലൊക്കെ പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ വീട് പണിത് പകുതിയായി കഴിഞ്ഞിട്ടാണ് പൊളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത്. അത് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും. ഒന്ന്, സാമ്പത്തിക ചെലവ് ഭയങ്കരമായിട്ടുണ്ടാകും. രണ്ടാമത്, പണിക്കാർക്കെല്ലാം ഇത് ഭയങ്കര അസ്വസ്ഥതയുണ്ടാകും. മൂന്നാമത്, ഇതെല്ലാം കഴിഞ്ഞാലും പിന്നീട് കണ്ടമാനം പൊട്ടലും വിള്ളലും എല്ലാം ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്നുള്ളതാണ് പിന്നീടൊരു കാര്യം. ഇനി അടുത്തത്, ഈ എലിയ, പാറ്റായ, ചിതൽ അല്ലെങ്കിൽ മുപ്പിളിവണ്ട് ഇങ്ങനെയുള്ള ക്ഷുദ്രജീവികളൊക്കെ കയറി ഇറങ്ങി ഇരിക്കാൻ സുഖകരമായ സൗകര്യവും സാഹചര്യവും ഉള്ള രീതിയിൽ പ്ലാൻ വരച്ച് വെച്ചാൽ പണിക്കാരത് പണിത് വെച്ചിട്ട് പോകും. അങ്ങനെ പണിത് വെച്ചിട്ട് പോയാൽ അതിൻ്റെ ദൂഷ്യം മുഴുവൻ വീട്ടുകാരൻ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ആ മേഖലയെല്ലാം വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത് വൃത്തിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് നമ്മൾ വാഹനങ്ങളുടെ രീതി പറയുകയാണെങ്കിൽ ടൊയോട്ട കമ്പനി മനസ്സിലാക്കേണ്ടത്, അവരുടെ വാഹനങ്ങൾക്കൊന്നും പുറത്ത് വലിയ ഭയങ്കര സൗന്ദര്യമോ ഒന്നുമില്ല. പക്ഷേ അതിൻ്റെ എല്ലാ അകവും അതിൻ്റെ ക്വാളിറ്റിയും ഭയങ്കരമാണ്. അതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ട് ഈ പുറം ഭംഗിക്ക് അധികം മുൻഗണന കൊടുക്കുന്നതിനെക്കുറിച്ച് അതിലും നല്ലത് അതിൻ്റെ സൗകര്യങ്ങളെല്ലാം അകത്തുണ്ടാക്കിയാൽ അത് നമുക്കത് ഉപയോഗത്തിൽ വളരെ നല്ലതായിരിക്കും എന്നെനിക്ക് വ്യക്തിപരമായ ഒരു അഭിപ്രായം ഉണ്ട്. പിന്നെയുള്ളത്, ഇതിൻ്റെ പോളിഷിങ്, റീപെയിൻറ്റിങ് ഒക്കെ ഒരു പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ ഒരു 10 വർഷത്തിനുള്ളിൽ 10 വർഷം കഴിഞ്ഞ് രണ്ടാമത് ചെയ്യത്തക്ക രീതിയിലുള്ള നിർമ്മാണത്തിന് പറ്റിയ പ്ലാനുകൾ വേണം. അത് കൂടുതലും ഈ പടപടാന്ന് പെയിൻറ്റിങ്ങുകളൊക്കെ വരുന്നത് ഈ പ്ലാനിനകത്തെ അപകടങ്ങളുണ്ടാകും. വെള്ളമെല്ലാം വീണ് വെയിലും എല്ലാം കൊണ്ട് എല്ലാം നശിച്ചു പോകുന്നെങ്കിൽ അത് വളരെ പെട്ടെന്ന് നശിച്ചു പോകും. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്ന അവരുടെ ജീവിതത്തിൽ അവരുണ്ടാക്കുന്ന മുഴുവൻ സമ്പാദ്യത്തിൻ്റെ ഒരു 75-80% വരെ മുടക്കി ഒരു വീട് പണിയുമ്പോൾ അതിനനുസരിച്ച് നോക്കി പണിയണം എന്നുള്ളൊരു ഭാഗം എനിക്ക് പ്രത്യേകിച്ച് പറയാനുണ്ട്. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സുരക്ഷ. എവിടെയെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ട് ഇതിൻ്റെ സുരക്ഷ കൊണ്ട് കളയും, ബാക്കി എല്ലാ ഭാഗവും നോക്കിക്കൊണ്ട് വന്നിട്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യണം എന്ന് പറയുന്നു. പിന്നെ ഈ വീടിനോട് ചേർന്ന കുറച്ച് ഭാഗങ്ങളൂടെ ഉണ്ട്, എന്നാലേ വീട് മനോഹരമാകും. നല്ലൊരു വീട് മാത്രം ഉണ്ടാക്കി വെച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. വീടിനോട് ചേർന്ന് ആ വീടിനൊരു ഭംഗി പറഞ്ഞാൽ അതിൻ്റെ മതിൽ നല്ലതായിരിക്കണം, ഗേറ്റ് നല്ലതായിരിക്കണം, മുറ്റം നല്ലതായിരിക്കണം. ഇതെല്ലാം ആദ്യമേ തന്നെ ശ്രദ്ധിച്ച് പ്ലാൻ ചെയ്ത് പോയാലേ, കാരണം വീടിൻ്റെ ബേസ്മെൻറ്റ്, മുറ്റം, ഗേറ്റ്, ഡ്രെയിനേജ് സംവിധാനം ഇതെല്ലാം ഒരു ബേസ് വാട്ടർ ലെവൽ എടുത്താണ് പോകണ്ടേ. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല. ഈ പണി കിട്ടുന്ന കോൺട്രാക്ടർക്ക് ഇത് പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് പോലും ഉറപ്പില്ല. ഈ ആർക്കിടെക്റ്റിന് ഇതിന് അവസാനം വരെ നിൽക്കാൻ പറ്റുമെന്ന് ആർക്കിടെക്റ്റിനും ഉറപ്പില്ല. ഉടമസ്ഥനെ സംബന്ധിച്ച് ഉടമസ്ഥൻ ഇതൊരു പ്രത്യേക രീതിയിൽ കൊണ്ടുപോകുന്നു. എൻ്റെ ഒരു സ്നേഹിതൻ, വിദേശത്തുള്ളൊരു സ്നേഹിതനുണ്ട്, അദ്ദേഹത്തിൻ്റെയൊക്കെ വീഡിയോ അടുത്ത കാലത്ത് ലക്ഷങ്ങളല്ല കോടികൾ മുടക്കിയതാണ്. പക്ഷേ ഈയിടെ ഞങ്ങൾ പോകുമ്പോൾ ഭയങ്കരമായ മെയിൻ്റനൻസുകളാണ്. ഒന്നേന്ന് ചെയ്യേണ്ട രീതിയിൽ ചെയ്തിട്ടിരിക്കുക. ഇപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടത്തോടെ നിൽക്കുക. അദ്ദേഹം ഓസ്ട്രേലിയയിലാണ്. വീട് അതുപോലെ നശിപ്പിച്ചിട്ടിരിക്കുക, പണം മുടക്കാഞ്ഞിട്ടൊന്നുമല്ല. അടുത്തത്, ഇപ്രകാരമെല്ലാം ശ്രദ്ധിച്ച് പണിയുന്ന വീടുകളാണ് തലവേദന ഉണ്ടാക്കാത്ത വീടുകൾ. അപ്പോൾ ഈ കണ്ടംപററിയും ഈ ട്രഡീഷണലും കൂടെ ചേർത്ത് നല്ല രീതിയിൽ വീടുകൾ ഉണ്ടാക്കാൻ പറ്റിയാൽ അത് തലവേദനയില്ലാത്ത വീടുകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറിത്താമസം അങ്ങോട്ട് കഴിഞ്ഞ അന്ന് തൊട്ട് പിന്നെ ഉടമസ്ഥൻ ഒരു സുഖകരമായ ഒരവസ്ഥയിൽ കടന്നു പോകും. അതേസമയത്ത് കണ്ടംപററി വീടുകളാണ് പണിയുന്നെങ്കിൽ ഒരു 3 മാസം കയറിത്താമസം കഴിഞ്ഞ്, കയറിത്താമസത്തിൻ്റെ അന്നൊക്കെ ഒന്നും ഞെളിയാം, കാണുന്നവരെല്ലാം മണ്ടടിച്ചു പോകും, ഇതെന്നാന്ന് പോലും മനസ്സിലാകില്ല. അപ്പോൾ കയറിത്താമസം അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഒരു 3 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ തൊട്ട് കണ്ടംപററി വീടുകളാണെങ്കിൽ ഉടമസ്ഥന് തലവേദനയായി മാറും. എന്നാൽ ഈ കണ്ടംപററിയും
ട്രഡീഷണലും കൂടെ ചേർത്തൊരു മാന്യമായ രീതിയിൽ പണിയുകയാണെങ്കിൽ അത് ഉടമസ്ഥന് വളരെ സുഖകരമായൊരവസ്ഥയിൽ മാറുകയും ഒരു 10 വർഷത്തിൻ്റെ അപ്പുറം പെയിൻറ്റിങ്ങോ പോളിഷിങ്ങോ ഒക്കെയും വരികയുള്ളൂ എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടും പ്രത്യേകം പറയുന്നത്, ഇനി പുതിയ വീട് പണിയാൻ പോകുന്നവർ തലവേദനയുള്ള വീടുകൾ പണിയരുത്, തലവേദന ഉണ്ടാക്കുന്ന വീടുകൾ പണിയരുത്. പ്രത്യേകിച്ച് കേരളത്തിൽ മെയിൻ്റനൻസിന് പോലും ഒരാളിനെ കിട്ടില്ല. പ്ലംബർ, ഇലക്ട്രീഷ്യൻ പണി കഴിഞ്ഞ് അവരവിടെ നിന്ന് സ്ഥലം വിട്ട് പോയാൽ കംപ്ലൈൻറ്റുകൾ കണ്ടമാനമായാൽ പിന്നെ അവർ വിളിച്ചാൽ ഫോൺ പോലും എടുക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊള്ളണം എന്ന് ഓർമ്മിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.